ചായ ചായ. ഇവിടുത്തെ ബെസ്റ്റ് സാധനമാണ് ബോണ്ട. ബോണ്ട് എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ബോണ്ടാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. അതിനെക്കുറിച്ച് പറയാം. ശരിക്കും എന്താ ഈ ബോണ്ടാന്നൊക്കെ വാർത്തകളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എന്താ ഇപ്പം ശരിക്കും സംഗതി? അതൊന്നുമില്ല. ഈ BJP-കാരന്മാരെ നാട്ടിലെ കാശുകാരിൽ നിന്ന് കാശൊക്കെ പിരിക്കാൻ വേണ്ടിയിട്ട്, കാശുകാരുടെ കയ്യിൽ നിന്ന് കാശ് പിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു നമ്പറാണ് ബോണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. 6060 കോടി രൂപയാണ് BJP മാത്രം അവരുടെ ഇലക്ഷൻ വർക്കിന് വേണ്ടിയിട്ട് നാട്ടിലെ മുതലാളിമാരിൽ നിന്ന് പിരിച്ചെടുത്തു. അതിന് മാന്യമായൊരു പേരാണ് ബോണ്ട. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. കോൺഗ്രസിനും കിട്ടി. ഏതാണ്ട് 1400 കോടി കോൺഗ്രസിനും കിട്ടി. ഈ ഇലക്ഷൻ എടുക്കുമ്പോഴേ മോഡി സർക്കാരിന് ഇത്ര വലിയ തിരിച്ചടി കിട്ടാൻ കാരണമായത് ഈ ഇലക്ട്രൽ ബോണ്ട് അഴിമതി സംബന്ധിച്ച് CPIM കോടതിയിൽ പോയതുകൊണ്ടാണ്. ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാത്ത ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ കക്ഷിയാണ് CPM-ഉം CPI-യും. ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ പ്രത്യേകത ഈ ബോണ്ട പോലെ നിസ്സാരമല്ല. കാരണം അതിന് കാശ് കൊടുക്കുന്നവന്മാരുടെ അവരുടെ പോളിസിയാണ് പിന്നെ അടുത്ത് വരുന്ന സർക്കാരുകൾ അതിൽ പ്രയോഗിക്കുന്നത്. അപ്പോൾ നാട്ടിലെ കാശുകാരുടെ ഗുണത്തിന് വേണ്ടിയിട്ടുള്ള പോളിസിയാണ് ചെയ്യുന്നതെന്ന് അർത്ഥം. പിന്നെ ഈ മാധ്യമങ്ങളിൽ നമ്മൾ ആദ്യ ദിവസം വലിയ വാർത്ത വന്നു എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഈ ബോണ്ടയുടെ വില പോലും ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച വാർത്തകൾക്ക് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ കൊടുക്കുന്നില്ല. അവർക്കും ബോണ്ട് കിട്ടിയിട്ടുണ്ടാവും. നല്ല ബോണ്ടയാണല്ലോ.